ലഹരിക്കെതിരെ ശക്തമായ പോരാട്ടം സമൂഹത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് മാതാ അമൃതാനന്ദമയി ദേവി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടപ്പാക്കുന്ന വികസിത ഭാരതത്തിന് ലഹരിമുക്ത യുവത്വം എന്ന പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു മാതാ അമൃതാനന്ദമയി ദേവി. അമൃതപുരിയിലെ മുതിർന്ന സന്യാസിമാരും ആശ്രമ അന്തേവാസികളും വിദ്യാർത്ഥികളും പരിപാടിയുടെ ഭാഗമായി. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ പുതിയ പോർമുഖം തുറന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടപ്പാക്കുന്ന വികസിത ഭാരതത്തിന് ലഹരിമുക്ത യുവത്വം എന്ന പ്രചാരണം ശ്രദ്ധേയമാണ്. പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തവെയാണ് മാതാ അമൃതാനന്ദമയി ദേവി ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചത്. ലഹരി ഉപയോഗം ഉപരിവിപ്ലവമായ പ്രശ്നമല്ല, അത് വളരെ ആഴങ്ങളിലേക്ക് പോയിട്ടുണ്ട്. ഒരു വ്യക്തി നശിച്ചാൽ നശിക്കുന്നത് ഒരു സമൂഹവും മൂല്യങ്ങളുമാണ് എന്ന ചിന്തയിൽ ലഹരിക്കെതിരെ ശക്തമായ അവബോധം സൃഷ്ടിക്കണമെന്നും മാതാ അമൃതാനന്ദമയി ദേവി പറഞ്ഞു. കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം നടപ്പാക്കുന്ന പദ്ധതി മാതാ അമൃതാനന്ദമയി മഠവും മഠത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മറ്റുമായി 750-ലധികം കേന്ദ്രങ്ങളിലൂടെ ലക്ഷക്കണക്കിന് പേരാണ് ഭാഗമാകുന്നത്. യുവജനങ്ങളാണ് സാമൂഹിക മാറ്റത്തിനുള്ള ഏറ്റവും വലിയ ശക്തി എന്ന മാതാ അമൃതാനന്ദമയി ദേവിയുടെ വീക്ഷണത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് 2014 അമൃത വിശ്വവിദ്യാപീഠത്തിലെ സെന്റർ ഫോർ റിസർച്ച് ഇൻ ആക്സസിബിൾ ടെക്നോളജീസ് ഫോർ എഡ്യൂക്കേഷൻ തുടക്കമിട്ട അമൃത അവയർനെസ് അംബാസഡേഴ്സ് പദ്ധതിയിലൂടെ ലഹരി ഉപയോഗ പ്രതിരോധം, ആരോഗ്യകരമായ ജീവിതശൈലി, മൊബൈൽ ഇന്റർനെറ്റ് ഉപയോഗത്തിലെ സുരക്ഷിതത്വം എന്നിവയെക്കുറിച്ച് യുവാക്കളെയും സമൂഹത്തെയും ബോധവൽക്കരിക്കാൻ കൗമാരക്കാരെ പ്രാപ്തരാക്കുന്നുണ്ട്. അമൃതപുരിയിൽ നടന്ന പരിപാടിയിൽ മുതിർന്ന സന്യാസിനിമാരും ആശ്രമ അന്തേവാസികളും വിദ്യാർത്ഥികളും അണിചേർന്നു. ലഹരി വിരുദ്ധ പ്രചാരണത്തിന്റെ ഭാഗമായി കുഴുത്തുറ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബും ശ്രദ്ധേയമായി. ജനം, കൊല്ലം.